അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ള അവൽ ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് വെള്ള അവൽ തന്നെ എടുക്കാൻ ശ്രമിക്കാം. വെള്ള അവലിന് പകരമായിട്ട് നിങ്ങൾക്ക് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന അവൽ കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അവലെടുത്താൽ മതിയാകും. ഇതിപ്പോൾ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ അവലായതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അവലൊന്ന് കുതിർത്തെടുക്കാം. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയൊന്നുമില്ലാത്ത ഇടിയപ്പം, പത്തിരിക്കൊക്കെ, അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിനനുസരിച്ചിട്ടായിരിക്കണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. ഇതിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കടയിൽ നിന്നും വാങ്ങിയ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ച് വറുത്തെടുത്ത അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മില്ലിൽ പൊടിപ്പിച്ചെടുത്ത പച്ചരിപ്പൊടി ഉണ്ടോ, പച്ചയായിട്ടുള്ള പച്ചരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ വറുത്ത പച്ചരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഏത് അരിപ്പൊടി എടുത്താലും ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിരകിയെടുത്ത തേങ്ങയാണ്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് തേങ്ങയും എടുക്കേണ്ടത്. നമ്മൾ എടുത്തത് 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി എടുക്കുന്ന സമയത്ത് അതിന്റെ ബ്രൗൺ ഭാഗം മാറ്റിയിട്ട് ആ വെള്ള ഭാഗം മാത്രം ചിരകിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. സാധാരണ പഞ്ചസാര കൂട്ടി ചേർക്കാത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 3-4 തല്ലി ഇട്ട് കൊടുത്താലും മതി. അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ കുരു മാത്രം തല്ലി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് നോക്കി വാങ്ങാം. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇത് ആക്റ്റീവായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ആയിരിക്കും. അപ്പൊ ചെറിയ വെളുത്തുള്ളി അല്ലി തന്നെ എടുക്കാം. വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ പിടിക്കാവുന്ന ചൂടുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വേണമെന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയം മധുരം കറക്റ്റ് ആണോ നോക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്ത മാവ് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ബാച്ച് ആയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആ തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അരിപ്പൊടിയൊക്കെ നൈസ് അരിപ്പൊടിയല്ലേ. ഇപ്പം ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിന് വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ചും ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ബൗളിലേക്ക് ഒഴിക്കാം. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താണ് നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു കട്ടിക്കാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. അഥവാ നിങ്ങൾക്ക് മാവ് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഈ മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം.
നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ മാവ് ഇതാ ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുള്ളൂ. മാവ് താന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കുന്ന ഒരു പാത്രം എടുക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ബ്രഷ് ചെയ്ത കേക്ക് ടിന്ന് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് ടിന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ടിന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഇതാ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിന്റെ അരഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് 1/4 ഭാഗത്തോളം മതി എന്നുണ്ടെങ്കിൽ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ നമ്മളിത് മൂടി വെച്ച് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ നല്ലോണം ഡബിളായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കനം കുറച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡിയായി കിട്ടും. ഇനി റെഡിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ നടുഭാഗത്തൊന്ന് കുത്തി നോക്കാം. ഇപ്പൊ മാവ് ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ കുറച്ച് കനത്തിലാണ് ആവിയേറ്റ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 20 മിനിറ്റ് എടുത്തിട്ടുള്ളത്. 20-25 മിനിറ്റ് ആവിയേറ്റ് എടുക്കുക. ഇപ്പൊ ഇത് നല്ല ചൂടാണ്. അപ്പൊ ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവ് നമ്മൾ ആവിയേറ്റ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നന്നായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. ഇതിന്റെ സൈഡൊന്നും വിടിയിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാ ചൂട് മാറിക്കഴിയുമ്പോൾ എല്ലാം ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കേക്കിന്റെ ടിന്നിൽ നിന്നും ഇത് നമുക്ക് പുറത്തെടുക്കാം. കേക്കിന് മെല്ലെ ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ കണ്ടില്ലേ ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വട്ടയപ്പം എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വട്ടയപ്പം ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അതൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം അരിപ്പൊടി വെച്ചിട്ട് വട്ടയപ്പം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്